ഇത് തരണം. നോനൂന് ഇത് വേണം പോലും, പപ്പേന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ്, നമ്മളപ്പോ ഇന്ന് സിനിമ കാണാൻ പോകുന്നത് അല്ലേ വാവേ? ഇന്നൊരു ശനിയാഴ്ച ആയിട്ട് നമ്മളിന്ന് മൂവി ബ്ലോഗാണ്. കുറേ ദിവസമായി വൈറ്റിലേക്ക് മാറിയതിന് ശേഷം സിനിമ കാണാൻ പോയിട്ട് തന്നെ 1 മാസമായി സിനിമ കണ്ടിട്ട് അല്ലേ വാവേ? കുറേ ആയില്ലേ നമ്മൾ സിനിമ കാണാൻ പോയിട്ട്? അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ 1 or 2 സിനിമ കാണും ഗൈസ്. ഇന്ന് ഫുള്ള് സിനിമ കണ്ട് തീർക്കും അല്ലേ? ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ സ്ഥിരമായിട്ട് ആഴ്ചക്ക് ഒരു 3 or 4 ദിവസം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓട്സ് വിത്ത് ലോട്ട് ഓഫ് ഐറ്റംസ്. എന്തെല്ലാം ഉണ്ട് ഇതിൽ? ബ്ലൂബെറി ഉണ്ട്, അനാറുണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ വാവക്ക് തന്നിനാ? വാവക്ക് ഇന്ന് എഗ്ഗും ബ്രെഡും ആണ് അല്ലേ വാവേ? അങ്ങനെ ഒരുപാട് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ കഴിക്കാറ്. സ്ഥിരമായിട്ടുള്ളതാണ് ഇത്. തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെയാണ് രാവിലെ എടുത്തിട്ട് കഴിക്കുന്നത്. നല്ല ഹെൽത്തി സംഭവമാണ്. പാലും ഉണ്ടല്ലേ? മോളെ സമയായി ഗൈസ്. 10:50 സിനിമ രാവിലെ. ഇപ്പം 10:15 നമുക്ക് വൈകിട്ടായോണ്ട് നല്ല സമാധാനത്തിൽ ഇനി വെറും 20 മിനിറ്റേ ഉള്ളൂ നമുക്ക്. അത് നമുക്ക് ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറമുള്ള MG റോഡിലുള്ള സെൻട്രൽ ഉണ്ട്. ഏകദേശം 8 ഉണ്ടാവും. സെൻട്രൽ സ്ക്വയർ മാളിൽ എത്തണം. 6 എത്തണ്ടേ? വൈറ്റില ട്രാഫിക് കഴിഞ്ഞിട്ട് വേണം, വൈറ്റില ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണം പോവാൻ. ആ വൈറ്റില ജംഗ്ഷൻ അറിയുന്നവർക്ക് അറിയാം അതെങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ വേഗം ഈ സാധനം ഫിനിഷ് ആക്കട്ടെ. വാവേ വേഗം ഫിനിഷ് ആക്കട്ടെ. ഓക്കെ. യോ യോ ആക്കിയാ വാവേ? യോ യോ യോ. അപ്പൊ ഇവിടുന്ന് തിരിഞ്ഞടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ജെഫ് പിള്ളയുടെ സംഭവം കാണുന്നത്. അപ്പൊ ഞാൻ നിക്കൂസിന് ഒരു ആഗ്രഹം, ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചാലോ എന്ന്. അപ്പൊ നമുക്ക് ചെഫ് പിള്ളേന്ന് ലഞ്ച് കഴിച്ചാലോ എന്ന്? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചെഫ് പിള്ളയിലെ ലഞ്ചിന്റെ കാര്യം കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ഇനി ചെഫ് പിള്ളേക്ക് കയറാം. 565 ഒരു 1.5 ചെഫ് പിള്ളയുടെ യുണൈറ്റഡ് കോക്കനട്ട് എന്നാണ് ഈ ഒരു സംഭവത്തിന്റെ പേര്. എന്നാ വാവേ? വാഷ് ബേസിൻ ഇല്ല. നോനോന് ചെറിയ ഹാൻഡ് വാഷ് ഇല്ല, അതുകൊണ്ട് ഇവിടെ വരണ്ടെന്ന് പറയുന്നത്. വാഷ് ബേസിൻ ചെറുതില്ല കേട്ടോ, അതുകൊണ്ട് ഇവിടെ വരണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സാധനം വന്നിട്ടുണ്ട്. കടുമാങ്ങ മോര് പാനിപ്പൂരി അല്ലേ? കടുമാങ്ങ മോര് പാനിപ്പൂരി കഴിച്ചാട്ടെ ഒന്നുകൂടി. ഇതില് കടുമാങ്ങ വെച്ചിട്ട് അതിൽ മോര് ഒഴിച്ചിട്ട് പാനിപ്പൂരി. ഒന്ന് പാനിപ്പൂരി തോന്നുന്നു. ഒന്ന് ചോദിച്ചു തന്നിട്ട് എനിക്ക്. ഞാനും ആദ്യമായിട്ട് പാനിപ്പൂരി നിന്നാണ്. പക്ഷെ അത് നോർമൽ പാനിപ്പൂരി അല്ല, നമ്മുടെ കടുമാങ്ങ പാനിപ്പൂരി. ആ ബേബി ഇല്ലേ, നല്ല മോളായിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നത്. നോനോനോട് പറഞ്ഞിട്ട് നോനു ഫോട്ടോ എടുക്കാനൊന്നും നിന്നിട്ടില്ലല്ലോ. നോനു അപ്പാട് ഓടിക്കളഞ്ഞു. ആ ബേബിയാണോ നല്ല മോള്? നമ്മുടെ ഹോട്ടലിലും വന്നത് പൊറോട്ട വന്നു. ഇതെന്തായിരുന്നു? ബീഫല്ലേ? ബീഫ് പെരട്ട്. പിന്നെ ഇത് ബോട്ട് ഫിഷ് കറി അല്ലേ? ബോട്ട്മേൻ ഫിഷ് കറി. പിന്നെ അപ്പം വന്നു. പിന്നെ നെയ്ച്ചോറും കൂടി വരും. നോന് സ്പൈസിയാണ് കേട്ടാ, കുറച്ചെടുത്താൽ മതി. നിർവാണ നമ്മൾ ഓൾറെഡി ബാംഗ്ലൂർ ചെഫ് പിള്ളേർ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിർവാണ പറ്റില്ല. നിർവാണ മാത്രമല്ല, നിർവാണ പൊറോട്ടക്കും അപ്പത്തിന് പറ്റും, ഗീ റൈസിനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിർവാണ വേണ്ടാന്ന് വെച്ചു. തൽക്കാലം റൈസ് നമ്മുടെ ഫിഷ് കറിയും, നല്ല മുളകിട്ട ഫിഷ് കറിയും, നെയ്ച്ചോറും. നെയ്ച്ചോറിൻ്റെ ഒരു മണം. നെയ്ച്ചോറ് നല്ല സൂപ്പർ മണമാണ്. അതുകൂടാതെ നല്ല അടിപൊളി നൂൽ പൊറോട്ട അല്ലേ? നൂൽ പൊറോട്ട വേറെ തന്നെ നല്ല കറി. നല്ല ടേസ്റ്റ് ഉണ്ടാ? എല്ലാം നല്ല സൂപ്പർ യമ്മിയാണ്. എല്ലാ ആൾക്കാരും ചെഫ് പിള്ളേർ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യണം.
ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ സിനിമ കാണാൻ പോയി. ഇന്നലെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് 2 തവണയായി എടുക്കുന്നില്ല, 3ാമത്തെ തവണയാണ്. അപ്പോൾ ഇതൊന്നും കംപ്ലീറ്റ് ആക്കണം. സിനിമയെ പറ്റി അഭിപ്രായം പറയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ കൊണ്ടൽ, നമ്മുടെ പെപ്പയുടെ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഫുള്ള് കടപ്പുറാന്ന്, കടയിൽ നിന്നുള്ള അടിയാന്ന് ഫുള്ള്. പക്ഷേ RDXന്റെ ഒരു പഞ്ചൊന്നും അടിക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല ഒരുമാതിരി ലേഗാക്കി പോയി. നിക്കു അത്യാവശ്യം ഉറങ്ങി പടം കാണുമ്പോൾ. പക്ഷെ എനിക്ക് പടം ഇഷ്ടമായിന്, പക്ഷെ അത്ര ഒരു ലേഗാക്കണ്ടായിരുന്നു എന്ന് തോന്നി. ഒരുപാട് സ്ഥലത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് അടിയാക്കി. കുറെ നല്ല സീനുണ്ട്, കടലിൽ നിന്നുള്ള നല്ല സീനുകളൊക്കെ കാണാം. അവരെങ്ങനെ ജീവിക്കുന്നു, കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ ദിനാചര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പടം ഇഷ്ടപ്പെടും. എനിക്ക് പടം എന്തായാലും ഇഷ്ടപ്പെട്ടിന്. ചെറിയൊരു സ്ലോ ആയിപ്പോയി എന്നല്ലാതെ ബാക്കിയൊക്കെ ഇഷ്ടപ്പെട്ടിന്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 1 ടൈം വാച്ച്, അത്രേ ഉള്ളൂ. ARM കണ്ടു രാത്രി നട്ടപ്പാതിരക്ക് 12 മണിക്ക് പോയിട്ട്. ARM കണ്ടു. ARM 3D തന്നെ കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് 3D എഫക്റ്റിൽ ഇത്ര ഫുൾ ടൈം 3D എഫക്റ്റ് ഉള്ള ഒരു പടം കാണുന്നത്. 3D പടം കണ്ടിരുന്നു, പക്ഷെ എല്ലാം കുറച്ച് ചില സീൻ മാത്രം. ഇത് ഫുൾ മുഴുനീളം 3D ആണ്. അത് നല്ല അടിപൊളിയായിട്ട് 3D പടം കാണാത്തവർക്ക്, അല്ലെങ്കിൽ 3D പടം ഫുള്ളായിട്ട് കാണാത്തവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി, ഒരുപാട് നല്ല എഫക്റ്റ് ഉണ്ട്. പിന്നെ പടം ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്താണെന്നും പറയില്ല. ഈ ജിതിൻലാലൊക്കെ വേറെ ലെവലാക്കിയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പെർഫോമൻസ് 3 കഥയായിട്ടാണ്, 3 കഥയായിട്ടാണ് ടോവിനോ, 3 കഥാപാത്രം. അതിലാ മാണിക്കെന്നെല്ലാം പറയുന്ന കഥാപാത്രത്തിന് അവന്റെ കണ്ണൊക്കെ കാണണം. അഭിനയിച്ചൊക്കെ വേറെ ലെവലായില്ലേ, സൂപ്പർ അഭിനയിന്. ഓണത്തിനിറങ്ങിയ 4 പടവും സൂപ്പറാണെന്ന് പറയുന്നത്. ആസിഫ് അലിന്റെ കിഷ്കിന്ത കണ്ടോ, പിന്നെ ബാഡ് ബോയ്സ് എല്ലാം ഭയങ്കരമാണെന്ന് പറയുന്നത്. ഇപ്പൊ 2 പടം നമ്മൾ കണ്ടു, ബാക്കി 2 എപ്പോഴെങ്കിലും ടൈമൊന്നുമില്ല കാണണം.